നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കൂടുതൽ യാത്രാ സൗകര്യവും കൈനിറയെ അവസരങ്ങളുമാണ് സൗദി ഒരുക്കുന്നത്. UAEക്ക് പിന്നാലെ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്താനാണ് സൗദിയുടെ പദ്ധതിയും. അതിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് സൂചന. കോവിഡ് കെട്ടടങ്ങിയതോടെ പ്രവാസികളെയും വിദേശികളെയും എല്ലാം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് സൗദി തുടക്കം കുറിച്ചിരിക്കുന്നത്. റിയാദിലും ജിദ്ദയിലും പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. മികച്ചതും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകും. വിമാനത്താവളങ്ങൾ വഴി പ്രതിവർഷം 10 കോടി യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന നഗരങ്ങളായ റിയാദിലും ജിദ്ദയിലും വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽദു അയലിജ് പറഞ്ഞു. റിയാദിൽ നടക്കുന്ന ഏവിയേഷൻ ഫോറത്തിലാണ് ഗാഗ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത്. പദ്ധതി വഴി ടൂറിസം മേഖലയുടെ വികസനവും നിരവധി തൊഴിലവസരങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനു പുറമെ GDP വളർച്ചയിൽ വ്യോമയാന മേഖലയുടെ സംഭാവന നിലവിലുള്ളതിന്റെ 3 ഇരട്ടിയായി ഉയർത്തുന്നതിനും ലക്ഷ്യമിടുന്നതിനും പദ്ധതി വഴി സാധിക്കും. ടൂറിസം മേഖലയുടെ വളർച്ചയും നിരവധി തൊഴിലവസരങ്ങളും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. രാജ്യത്തെ ഗതാഗത സംവിധാനങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നത്. പുതിയ വിമാനത്താവളങ്ങൾ വരുന്നതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് പ്രവാസികൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിരവധി ഗുണങ്ങളാണ് സൗദിയുടെ പുതിയ പദ്ധതികളിലൂടെ പ്രവാസികൾക്ക് വന്നുചേരാൻ പോകുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ. വിപണി മൂല്യം $2.464 ട്രില്യൺ എത്തിയതോടെ സാങ്കേതിക വ്യവസായ രംഗത്തെ ഭീമൻ ആപ്പിളിനെ പിന്നിലാക്കിയാണ് അരാംകോ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത്. സൗദി സ്റ്റോക്ക് മാർക്കറ്റിൽ ചൊവ്വാഴ്ചത്തെ ട്രേഡിംഗിൽ അരാംകോയുടെ ഓഹരി വില ഉയർന്ന് 46.10 റിയാലായി. ആപ്പിളിന്റെ ഇപ്പോഴത്തെ മൂല്യം $2.461 ട്രില്യൺ ആണ്. ഉയർന്ന എണ്ണവില അരാംകോയുടെ സാധ്യതകളെ പിന്തുണച്ചതിൽ പ്രധാന പങ്കുവഹിച്ചു. US കമ്പനിയായ മൈക്രോസോഫ്റ്റ് $1.979 ട്രില്യൺ വിപണി മൂല്യവുമായി തൊട്ടു പിന്നാലെയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.